ബിരിയാണി മസാല തയ്യാറാക്കാം. ബിരിയാണി മസാല തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണിത്. കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ജാതിപത്രിയാണ്. ഒരു 4 കഷ്ണം ജാതിപത്രി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണിത്. പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 4 കഷ്ണം തക്കോലം എടുത്തിട്ടുണ്ട്. ഒരു 7-8 ഏലക്ക, ഒരു 7-8 ഗ്രാമ്പൂ, അതുപോലെ ഇത് ഷാജീരകമാണ്. ഒരു ടേബിൾ സ്പൂൺ ഷാജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സും എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് വറുക്കണം. അതായത് കരിഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ചൂടാക്കിയ ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ആദ്യം കുറച്ച് കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തക്കോലം, ജാതിപത്രി, ആ പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇത്രയും നമുക്കൊന്ന് ഇട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം ആദ്യം. അപ്പം ഞാൻ ഈ പട്ട ഒന്ന് ഒടിച്ചിടുവാണ് പെട്ടെന്ന് ചൂടാവാൻ വേണ്ടി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഷാജീരകവും ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ തന്നെ ജീരകമൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ പോപ്പി സീഡ്സ് എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ബിരിയാണിയുടെ മസാലയിൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഷാജീരകവും ഈ പോപ്പി സീഡ്സുമാണ്. ഇത് രണ്ടും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും, നല്ല മണവുമാണ് ബിരിയാണിക്ക്. ചിലർ ബിരിയാണിയിൽ പോപ്പി സീഡ്സ് കുതിർത്ത ശേഷം അത് അരച്ചെടുത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ ഈ മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അധികം നേരം ഇനി നമുക്ക് വയ്ക്കണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇനി നമുക്കത് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ മസാല മൂത്തതിൻ്റെ. അപ്പോൾ ആ മണം അങ്ങനെ വരുമ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെ ആ ചൂടിൽ തന്നെ, ആ പാനിൻ്റെ ചൂടിൽ തന്നെ കുറച്ചുകൂടെ അതങ്ങ് മൂത്തോളും. നമുക്ക് ഈ ചൂടിൽ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോഴേ ഇനി നമുക്കിത് ഒന്ന് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ വറുത്ത മസാല എല്ലാം ഒന്ന് ചൂട് പോയിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ബിരിയാണി മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 ബോട്ടിലോളം മസാല വരും. നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത ശേഷം അതിനകത്ത് കുറച്ച് നാൾ ഇത് സൂക്ഷിച്ച് വെളിയിൽ തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാല നമുക്ക് പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് ബിരിയാണിയിൽ ചേർക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.